എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം, അതായത് നമ്മളെ വിഷു ആണ് നടക്കുന്നത്. അപ്പം ഇന്ന് മേടമാസത്തിലെ വിഷു. അപ്പം നമ്മളിപ്പോൾ എന്തെന്ന് വെച്ചാൽ വിഷു ദിനത്തിലെ വിശേഷങ്ങൾ. ഇപ്പം നമുക്ക് രാവിലെ മുതൽ, അതായത് പുലർച്ചെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ, അതാണിപ്പോൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ ഒരു വിഷുപ്പുലരി കൂടി ഇവിടെ എത്തി. 2026 ഏപ്രിൽ 15 മേടമാസം 2-ാം തീയതി ആണല്ലോ ഇപ്രാവശ്യം വിഷു. ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് എണീറ്റാണ് കണി കണ്ടത്. കണി കണ്ട് കഴിഞ്ഞ ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇനി ഇപ്പം നമുക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വിഷുദിനത്തിലെ പ്രധാന വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട്. അപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അടുത്തത് കണി കാണൽ കഴിഞ്ഞു, അമ്മ കൈനീട്ട് തന്നു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ പൂത്തിരി ഉണ്ട്, പൂക്കുറ്റി ഉണ്ട്, ഒക്കെ ഒന്ന് കത്തിക്കാം. ഇതാണ് അടുത്തത്. അപ്പം അടുത്ത വീട്ടിൽ നിന്നൊക്കെ നല്ല എല്ലാവരും നന്നാക്കി പൊട്ടിക്കുന്നുണ്ട്. പടക്കമുണ്ട്, മറ്റേ പൂക്കുറ്റിയൊക്കെ ഉണ്ട്. പൂക്കുറ്റി കത്തിക്കലും എല്ലാം കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളിപ്പോ 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഇപ്പൊ നേരെ ഇപ്പോ 5:30 ആവുന്നു. അപ്പൊ ഞാനേതായാലും മഞ്ചേരി ടൗണിൽ നിന്ന് പോയിട്ട് 2 പാക്കറ്റ് പാല് വാങ്ങാണ്ട്, അപ്പൊ രാവിലെ തന്നെ നോക്കാണ്ട് കഴിച്ചു വെക്കാം.
വെക്കുന്ന കടകളൊക്കെ തുറന്നിട്ടുണ്ട്. തുറന്നു വരുന്നേ ഉള്ളൂ. നേരെ 5:30 ആയിട്ടുള്ളൂ. മഞ്ചേരി ആശുപത്രി പടിയിലാണ് എത്തിയത്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് പാല് വാങ്ങി പോവാം. ഞാനിപ്പോൾ ചെന്നിട്ട് തിരിച്ച് വന്ന് പിന്നെ ഒന്ന് കുളിച്ച് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഒന്ന് വേഗം പോയി വരും. അമ്മ പിന്നെ വീട്ടിൽ തന്നെ ഒക്കെ ഇരുന്ന് വായിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനേതായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വരും. പിന്നെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഏതായാലും രാവിലത്തെ ചായഫലഹാരത്തിനുള്ള സമയമായി. ഇന്നിപ്പോൾ റവപ്മാവും നമ്മൾ നേന്ത്രപ്പഴം, ഇത് പുഴുങ്ങിയിട്ടില്ല, സാധാരണ പഴുത്ത പഴം ഒന്ന് മുറിച്ച് വെച്ചതാണ്. അങ്ങനെയാണ് ഇപ്പം ഇന്ന്. പിന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ സദ്യക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലത്തെ ഒരു സാധാരണ ഒരു ചായ പലഹാരം തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വിഷുദിനത്തിലെ രാവിലത്തെ ചായക്ക് ഇപ്പം ഇന്നിപ്പോൾ ഉപ്മാവും നേന്ത്രപ്പഴം. അപ്പോൾ നമ്മൾ സാമ്പാർ അതിവിടെ ഒക്കെ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതാ അവിയൽ, പിന്നെ മത്തൻ നമ്മൾ ഓലൻ പോലെയല്ല, പക്ഷെ എന്നാലും ഒന്ന് താളിച്ച്. പിന്നെ ഇപ്പോൾ നമ്മളെ പായസം അതും ഇവിടെ റെഡിയായി. പിന്നെ കാബേജിൻ്റെ തോരൻ, ഉപ്പേരികൾ, അതായത് വറുത്തപ്പേരി, ശർക്കരപ്പേരി, പിന്നെ പുളിയിഞ്ചി, അച്ചാർ, അതൊക്കെ പിന്നെ ആദ്യം നമ്മൾ വാങ്ങിയതാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാം ഒക്കെ ഇവിടെ ആയി. ഇപ്പം നമ്മൾ കഴിക്കാനുള്ള സമയമായി, ഊണ് കഴിക്കാം. നമുക്ക് ഇലടാം. അപ്പം നമുക്ക് ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. ഇപ്പം പിന്നെ വേറെ ഇതൊന്നും ഇല്ലല്ലോ, വിഷുവിൻ്റെ ദിവസം വേറെ എങ്ങോട്ടും പോകാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് രാവിലത്തേക്ക് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്കുള്ള കറികൾ എല്ലാം വിഷു സദ്യ ഉണ്ടാക്കൽ അതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കഴിക്കാനുള്ള നേരമായി. സമയം 11:30 അങ്ങനെ ആവുന്നേ ഉള്ളൂ. ഇന്ന് പിന്നെ നേരത്തെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ വിഷു സദ്യയാണ്. മത്തൻ പിന്നെ നമ്മൾ ഇപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഊണ് കഴിഞ്ഞാൽ പിന്നെ പായസം, ഒരു സാധാരണ ഒരുപാട് വിഭവങ്ങളും ഇല്ല, എന്നാൽ പറ്റ കുറവല്ലാത്ത രീതിയിലുള്ള ഒരു സദ്യ. അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അമ്മയ്ക്ക് ഏതായാലും ഊണ് കഴിഞ്ഞ ശേഷം ഇലയിൽ തന്നെയാണ് പായസം കൊടുക്കാം, സേമിയ പായസം. അപ്പോൾ ഏതായാലും ഞങ്ങളെ വിഷു സദ്യ അതുമായി ഏതായാലും കഴിക്കാം. അപ്പം ഇനിയിപ്പോൾ ഊണഴിക്കൽ കഴിഞ്ഞ് പായസം കൂടി. അപ്പോൾ നമ്മളിപ്പോൾ ഊണഴിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പം എന്താ വെച്ചാൽ ഞാൻ
എന്താ വെച്ചാൽ ആ ഒരു ഉച്ചവരെ ഇപ്പം ഞങ്ങളത് പിന്നെ എല്ലാം നേരത്തെയാണ്. പിന്നെ പൊതുവെ തന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം നേരത്തെയാണ്. ഇപ്പം ഇന്ന് അതുപോലും നേരത്തെ കഴിച്ചു. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പെങ്ങള് ജ്യേഷ്ഠൻ ഒക്കെ വരലും അമ്മയ്ക്ക് വിഷ് കൈനീട്ടം കൊടുക്കല് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ചെറിയ 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 യാത്രകൾ അതൊക്കെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ 3 മണിയൊക്കെ കഴിയും, 4 മണി കഴിയും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഇതുവരെയുള്ള ഉച്ചവരെയുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത്, കാരണം അതല്ലേ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതുവരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വിഷുവിന്റെ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയാണ് ഒത്തുകൂടൽ ഞങ്ങളിപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ളത്. ഒക്കെ ഒരു 4 മണിക്ക് ശേഷം ഓരോരുത്തർ അവരെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അവരവരെ വീട്ടിലെ തിരക്കുകൾ കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് ഒത്തുചേരലാണ്. നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.